കേരളം ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുന്ന ഏറ്റവും മാനുഷികവും വിപ്ലവകരവുമായ വികസന മാതൃകയാണ് ലൈഫ് മിഷൻ. എല്ലാവർക്കും സുരക്ഷിതമായ ഭവനം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഈ പദ്ധതി 5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കി എന്ന സമാനതകളില്ലാത്ത നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. ഭവനരഹിതർ ഇല്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൂരമാണ് ഈ പ്രഖ്യാപനത്തോടെ കുറയുന്നത്. കേവലം കല്ലും സിമന്റും കൊണ്ട് ഒരു കെട്ടിടം നിർമ്മിക്കുക എന്നതിലുപരി പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇതിന്റെ കാതൽ. ഭവനരഹിതരായ എല്ലാവർക്കും സുരക്ഷിതമായ വീടും അതിനോടൊപ്പം തന്നെ അവരുടെ ഉപജീവനത്തിനുള്ള മാർഗങ്ങളും സാമൂഹ്യ സുരക്ഷാ സേവനങ്ങളും ഉറപ്പാക്കുന്ന ഒരു സമഗ്ര പദ്ധതിയാണിത്. സംസ്ഥാനത്ത് ഇതുവരെ ആകെ അനുവദിച്ച 6,04,046 വീടുകളിൽ 5,364 വീടുകളാണ് ഇതിനോടകം പൂർത്തിയാക്കിയത്. ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമ്പോൾ അത് കേരളം ലോകത്തിന് നൽകുന്ന ഒരു വലിയ സന്ദേശമായി മാറും. രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ഇത്രയും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇത്രയധികം വീടുകൾ സർക്കാർ മുൻകൈയെടുത്ത് പൂർത്തിയാക്കിയിട്ടില്ല. ഇനി പൂർത്തിയാക്കാനുള്ള 1,03,682 വീടുകൾ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. അവ കൂടി പൂർത്തിയാക്കുന്നതോടെ കേരളം ഭവനരഹിതർ ഇല്ലാത്ത ആദ്യ സംസ്ഥാനമായി മാറും. ലൈഫ് മിഷന്റെ സാമ്പത്തിക വശങ്ങളെക്കുറിച്ച് കൃത്യമായി ധാരണ ഉണ്ടാകുന്നത് ഈ നേട്ടത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ സഹായിക്കും. ഈ പദ്ധതിക്കായി ചെലവഴിച്ച ആകെ തുക 20,831.6 കോടി രൂപയാണ്. ഇതിന്റെ സിംഹഭാഗവും കണ്ടെത്തുന്നത് കേരള സർക്കാർ തന്നെയാണ്. സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിഹിതവും വായ്പയും ഉൾപ്പെട്ടതാണ് ഈ തുക. 2,488.9 കോടി രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ചത്. അതായത് ആകെ ചെലവിന്റെ കേവലം 11.95%. പലപ്പോഴും കേന്ദ്ര പദ്ധതികളുടെ പേരിൽ പ്രചാരണം നടക്കാറുണ്ടെങ്കിലും ലൈഫ് മിഷന്റെ കാര്യത്തിൽ കേന്ദ്ര സഹായം വളരെ പരിമിതമാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. PMAY ഗ്രാമീണ വിഭാഗത്തിൽ 72,000 രൂപയും നഗരവിഭാഗത്തിൽ 1.5 ലക്ഷം രൂപയുമാണ് കേന്ദ്രം നൽകുന്നത്. എന്നാൽ ഇതേ ഗുണഭോക്താക്കൾക്ക് 4 ലക്ഷം രൂപയുടെ സഹായം കേരള സർക്കാർ ഉറപ്പാക്കുന്നു. ഭവന നിർമ്മാണത്തിനായി ഇന്ത്യയിൽ ഏറ്റവും അധികം തുക നൽകുന്ന സംസ്ഥാനം കേരളമാണ്. ജനറൽ വിഭാഗത്തിന് 4 ലക്ഷം രൂപ, പട്ടികവർഗ സങ്കേതങ്ങളിൽ 6 ലക്ഷം രൂപ. രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ ശരാശരി 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെ മാത്രം നൽകുമ്പോഴാണ് കേരളം ഇത്രയും വലിയ തുക ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്. പലിശ പൂർണ്ണമായും സംസ്ഥാന സർക്കാർ വഹിക്കുകയും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ടിൽ നിന്ന് തുക തിരിച്ചടയ്ക്കാനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്യുന്നു. ഇത് ജനങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത ഇല്ലാത്ത വീട് പൂർത്തിയാക്കാൻ സഹായിക്കുന്നു. ലൈഫ് മിഷൻ പദ്ധതിയുടെ സാമൂഹിക രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണ്. കേന്ദ്രവിഹിതം നൽകുന്ന വീടുകൾക്ക് മുൻപിൽ പ്രത്യേക ബ്രാൻഡിംഗ് വേണമെന്ന കേന്ദ്ര നിർദ്ദേശം കേരളം തള്ളിക്കളഞ്ഞു. സർക്കാർ നൽകുന്ന സഹായം പൗരന്റെ അവകാശമാണെന്നും അത് സ്വീകരിക്കുന്നവരെ ഒരു പ്രത്യേക മുദ്ര ചാർത്തി വേർതിരിക്കുന്നത് അവരുടെ ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിക്കുമെന്നുമാണ് കേരളത്തിന്റെ നിലപാട്. വേർതിരിവുകളില്ലാതെ എല്ലാവർക്കും ഒരേ മാന്യതയോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. ലൈഫ് മിഷൻ പദ്ധതി 3 ഘട്ടങ്ങളിലൂടെയാണ് വിഭജിച്ചിരിക്കുന്നത്. 1-ാം ഘട്ടം മുൻകാല ഭവന പദ്ധതികളിൽ പൂർത്തിയാക്കാതെ പോയ വീടുകൾ പൂർത്തിയാക്കൽ. 2-ാം ഘട്ടം ഭൂമിയുള്ള ഭവനരഹിതർക്ക് വീട് നൽകുന്നു. 3-ാം ഘട്ടം ഭൂമിയും വീടുമില്ലാത്തവർക്ക് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ വഴി പുനരധിവാസം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, തീരദേശവാസികൾ, തോട്ടം തൊഴിലാളികൾ എന്നിവർക്ക് ഈ പദ്ധതിയിലൂടെ ലഭിച്ച കരുതൽ വലുതാണ്. 20 ലക്ഷത്തിലധികം പേരാണ് ഇന്ന് 5 ലക്ഷം വീടുകളിലായി സമാധാനമായി ഉറങ്ങുന്നത്. ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസം, കുടുംബങ്ങളുടെ ആരോഗ്യം, സ്ത്രീകളുടെ സുരക്ഷ എന്നിവയിൽ വലിയ ഗുണപരമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുമുണ്ട്. പ്രളയങ്ങൾ, കോവിഡ് മഹാമാരി, കേന്ദ്രവിഹിതം ലഭിക്കുന്നതിലെ കാലതാമസം തുടങ്ങിയ നിരവധി പ്രതിസന്ധികൾക്കിടയിലും ലൈഫ് മിഷൻ മുന്നോട്ട് പോയി. ഓരോ വീടിന്റെയും നിർമ്മാണ പുരോഗതി ഡിജിറ്റലായി നിരീക്ഷിക്കാനുള്ള സംവിധാനം, ഗുണഭോക്താക്കൾക്ക് തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിക്കുന്ന രീതി എന്നിവ സുതാര്യത ഉറപ്പാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ പരിശ്രമമാണ് ഈ ലക്ഷ്യം കൈവരിക്കാൻ സഹായിച്ചത്. 5 ലക്ഷം എന്നത് ഒരു ലക്ഷ്യം മാത്രമല്ല, അതൊരു തുടക്കം മാത്രമാണ്. ഇനിയും വീടില്ലാത്ത എല്ലാവർക്കും പാർപ്പിടം ഉറപ്പാക്കുന്നതുവരെ പദ്ധതി തുടരും. ഭവന സമുച്ചയങ്ങൾ നിർമ്മിച്ച് കൂടുതൽ പേരെ പുനരധിവസിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടന്നു വരികയാണ്. വീടിനൊപ്പം തൊഴിലും വിദ്യാഭ്യാസവും ആരോഗ്യം ഒരുമിച്ച് നൽകുന്ന ഒരു സാമൂഹിക സുരക്ഷാ കവചമായി ലൈഫ് മിഷൻ മാറിയിരിക്കുന്നു. അടച്ചുറപ്പുള്ള ഒരു വീട് എന്നത് വെറും കെട്ടിടമല്ല, അതൊരു മനുഷ്യന്റെ നിലനിൽപ്പിന്റെയും ആത്മാഭിമാനത്തിന്റെയും അടയാളമാണ്. 5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കി കേരളം ഇന്ന് ലോകത്തിന് മുന്നിൽ ഒരു വഴികാട്ടിയായി നിൽക്കുകയാണ്. ഇത് കേവലം ഒരു സർക്കാർ പദ്ധതിയല്ല, മറിച്ച് ഒരു ജനതയുടെ ഇച്ഛാശക്തിയുടെ വിജയമാണ്. വികസിത രാജ്യങ്ങളിലെ സൗകര്യങ്ങളോടൊപ്പം മാനവികത കൂടി ചേർത്ത് വെക്കുന്ന കേരളത്തിന്റെ ഈ വികസന മാതൃക വരും തലമുറകൾക്ക് വലിയൊരു പാഠപുസ്തകമായിരിക്കും. മന്ത്രി MP രാജേഷ് സൂചിപ്പിച്ചതുപോലെ ലൈഫ് മിഷനിലൂടെ യഥാർത്ഥ കേരള സ്റ്റോറി രാജ്യം ഒരിക്കൽ കൂടി ദർശിക്കുകയാണ്. അത് കരുണയുടെയും കരുതലിന്റെയും തുല്യതയുടെയും കഥയാണ്. അതേസമയം പിണറായി വിജയൻ സർക്കാരിനെ കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായം വൈവിധ്യപൂർണവും എന്നാൽ ചർച്ചാ വിഷയവുമാണ്. 2 പതിറ്റാണ്ടിന് ശേഷം കേരളത്തിൽ ഭരണ തുടർച്ച നേടിയ സർക്കാർ എന്ന നിലയിൽ വലിയ ജനപിന്തുണയും അതോടൊപ്പം തന്നെ നിശിതമായ വിമർശനങ്ങളും ഈ സർക്കാർ നേരിടുന്നുണ്ട്. ഭരണത്തെ അനുകൂലിക്കുന്നവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ലൈഫ് മിഷൻ, കെ ഫോൺ, ഗെയിൽ പൈപ്പ് ലൈൻ പോലുള്ള വൻകിട വികസന പദ്ധതികളുടെ വിജയമാണ്.
പ്രളയകാലത്തും കോവിഡ് മഹാമാരിയുടെ സമയത്തും സർക്കാർ നടത്തിയ മികച്ച പ്രതിരോധ പ്രവർത്തനങ്ങളും പൊതുജനാരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ഉണ്ടായ നവീകരണവും സർക്കാരിന്റെ വലിയ നേട്ടങ്ങളായി ഒരു വിഭാഗം ജനങ്ങൾ കരുതുന്നു. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ നൽകുന്നതും കിറ്റ് വിതരണം പോലുള്ള ജനപ്രിയ പദ്ധതികളും പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കിടയിൽ സർക്കാരിന് വലിയ മതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം സർക്കാരിനെതിരെ ശക്തമായ വിമർശനങ്ങളും ജനങ്ങൾക്കിടയിലുണ്ട്. പ്രധാനമായും സാമ്പത്തിക പ്രതിസന്ധി, വിലക്കയറ്റം, ഉദ്യോഗാർത്ഥികളുടെ തൊഴിൽ പ്രശ്നങ്ങൾ എന്നിവ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു. ഭരണകൂടത്തിനെതിരെ ഉയരുന്ന അഴിമതി ആരോപണങ്ങളും പിൻവാതിൽ നിയമന വിവാദങ്ങളും യുവാക്കൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ശൈലിയെക്കുറിച്ചും പോലീസ് സംവിധാനത്തിന്റെ വീഴ്ചകളെക്കുറിച്ചും സാമൂഹിക മാധ്യമങ്ങളിലും പൊതുവേദികളിലും വിമർശനങ്ങൾ ഉയരാറുമുണ്ട്. ചുരുക്കത്തിൽ, വികസന നായകനായി ഒരു വിഭാഗം കാണുമ്പോൾ ഭരണപരമായ പോരായ്മകൾ ഉയർത്തിക്കാട്ടി മറ്റൊരു വിഭാഗം കടുത്ത വിമർശനം രേഖപ്പെടുത്തുന്നു.